ശ്ലോകം 2. കുബേരസൂനുർ നളകൂപരാഭിതഃ. കുബേരൻ്റെ പുത്രന്മാർ, അതിൽ ഒരു പുത്രൻ നളകൂപരൻ എന്നു പേര്, അഭിതൻ പേരുള്ളവൻ. കുബേരൻ ആരാണ്? ദേവന്മാരുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. അതാണ് ധനാധിപതി. യക്ഷന്മാരുടെ രാജാവാണ്. പിന്നെയോ ശിവഭക്തനാണ് കുബേരൻ. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് വൈശ്രവണൻ എന്നാണ്. വൈശ്രവണൻ, വിശ്രവസിൻ്റെ പുത്രൻ വൈശ്രവണൻ. വിശ്രവസിൻ്റെ പുത്രൻ തന്നെയാണ് മറ്റേ രാവണനും കുംഭകർണനും ഒക്കെ. അപ്പോൾ അവർ ജ്യേഷ്ഠാനുജന്മാരാണ്. പക്ഷെ അമ്മമാർ മാറി. അപ്പോൾ വിശ്രവസിന് ദേവവർണിനി എന്നു പേരായ ഒരു സ്ത്രീയിലുണ്ടായ മകനാണ് വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ. കുബേരൻ എന്ന് പേര് കൊടുക്കാൻ എന്താ കാരണം? അവൻ്റെ ശരീരം വളരെ വിരൂപമായിരുന്നു. കുൽസിത വേരമുള്ളവൻ. കുൽസിതം നിന്ദ്യമായിട്ടുള്ള, വേരം ശരീരം. എന്താ ശരീരത്തിൽ 3 കാലാണെന്ന് പറയുന്നത്. ആദ്യമായിട്ട് 8 പല്ല്, 2 കണ്ണിൽ 1 കണ്ണ് അടഞ്ഞിരിക്കും എപ്പോഴും. അങ്ങനെ ആൾക്കാർ കണ്ടാൽ നിന്ദിക്കുന്നതായ ഒരു ശരീരം. അതാണ് കുൽസിത വേരം. 1 കണ്ണ് എങ്ങനെ പോകാൻ കാരണം? ചീത്ത ഉദ്ദേശത്തോടെ പാർവതിയെ നോക്കി. അതാണ്. ശിവഭക്തനാണ്. കണ്ണങ്ങട് പൊട്ടി. പിന്നെ ഭഗവാനത് മറയ്ക്കാൻ വേണ്ടി ഒരു മഞ്ഞ നിറം കൊടുത്താണ്. അങ്ങനെയുള്ള ആ കുബേരൻ്റെ 2 പുത്രന്മാരാണ്. അവരുടെ കഥയാണ് പറയാൻ പോകുന്നത്. അവരാണ് 2 മരുന്ന് വൃക്ഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നത്. കുബേരസൂനുർ നളകൂപരാഭിതഃ, അത് ഒരാൾ. പരോ, മറ്റവൻ. മണിഗ്രീവഃ ഇതി പ്രഥാംഗതഃ, മണിഗ്രീവൻ എന്ന പ്രസിദ്ധനായവൻ. അപ്പോൾ നളകൂപരൻ, മണിഗ്രീവൻ. അവർ 2 പേരും എങ്ങനെയാണ്? അച്ഛനെ പോലെ തന്നെ. കുബേരൻ ശിവനെ ഭജിച്ചിട്ടാണ് ധനാധിപതിയൊക്കെ ആയത്. അതുപോലെ ഇവരും ശിവനെ തന്നെ ഭജിച്ചു. മഹേശ സേവാധിഗത ശ്രിയ, മഹേശൻ ശിവൻ. ശിവനെ സേവിച്ച് ഭജിച്ച് അധിഗത ശ്രിയ, നേടിയതായ ഐശ്വര്യം, എല്ലാ ഐശ്വര്യങ്ങളും. നല്ല ശരീരം, നല്ല ബുദ്ധി, നല്ല ധനം, നല്ല സൗന്ദര്യം, അങ്ങനെ എല്ലാം ആ സ്ത്രീ ഉണ്ടായി. അത് കാരണം അവർക്ക് അഹങ്കാരം വന്നു. അതാണ് ഉന്മദൗ. ആ അഹങ്കാരം കൊണ്ട് അവരെ മതിച്ചു നടക്കാൻ തുടങ്ങി, അഹങ്കരിച്ച് നടക്കാൻ തുടങ്ങി. അഹങ്കാരത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്താണ്? മദ്യപാനത്തിൽ ഏർപ്പെടും. അതാണ് കുട്ടികളുടെ പ്രായത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ആദ്യം ധനമൊക്കെ അധികം ഉണ്ടാകുമ്പോൾ മദ്യപാനത്തിൽ ഏർപ്പെടും. പിന്നെയോ മദിരാക്ഷികളുടെ പിന്നാലെ പോകും. സുന്ദരിമാരായ സ്ത്രീകളുടെ പിന്നാലെ പോകും. അതാണ് ഉന്മദൗ. അങ്ങനെ മദ്യപാനം, സ്ത്രീകളുടെ പിന്നാലെ പോകല്, അങ്ങനെ രണ്ടും കൊണ്ട് ചിരം
വളരെ കാലം ത്വദ്വിമുഖവും, ഹേ ഗുരുവായൂരപ്പ, അങ്ങയിൽ ഭക്തിയില്ലാതെ കണ്ട്, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ട് അഖേലതാം കളിച്ച് നടന്നു. മദ്യപാനം ചെയ്തും സ്ത്രീകളുമായി രമിച്ചുകൊണ്ടും അവരനേകം കാലം ഇതായി. ആദ്യം ശിവഭക്തന്മാരായിരുന്നു. ആ ശിവഭക്തന്മാരിപ്പോൾ ശിവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ത്വദ്വിമുഖൻ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെയാണ്, ഗുരുവായൂരപ്പനെയാണെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കണ്ട. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വര ചിന്ത പോയി. ഈശ്വര ചിന്തയാണ് നമ്മളെ ലക്ഷ്യത്തിലിരിക്കുന്നത്. ഈ ഈശ്വര ചിന്തയിൽ ഒന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ. ആ ഈശ്വര ചിന്ത വിട്ടുപോരും. എന്തുകൊണ്ട്? ഇപ്പം ചിന്ത മുഴുവൻ മദ്യം, മദിരാക്ഷി, മദ്യം, മദിരാക്ഷി. അങ്ങനെ ത്വദ്വിമുഖവും അഖേലതാം കളിച്ച് നടന്നു. അവർ വളരെ കാലം ഭഗവത് ചിന്തയില്ലാതെ കണ്ട് അവർ നടക്കുകയുണ്ടായി. ഇതാ അവർക്ക് സംഭവിച്ചത്. ഒരിക്കലവർ ഗംഗാനദിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്തത്. അപ്പോൾ കുബേരൻ്റെ പുത്രന്മാരായ നളകൂബരൻ, മണിഗ്രീവൻ രണ്ടുപേരും പ്രസിദ്ധന്മാരാണ്. മഹേശനെ ഭജിച്ച് എന്തെന്നില്ലാത്ത ഐശ്വര്യത്തോടുകൂടി, ശ്രീയോടുകൂടി അവർ നടന്നു. ഒടുവിൽ അവർക്ക് എന്തെന്നില്ലാത്തതായ അഹങ്കാരം, ഉന്മദം, അഹങ്കാരമുണ്ടായി. ആ അഹങ്കാരം കൊണ്ട് അവർ വളരെ കാലം മദ്യപാനം ചെയ്തും സ്ത്രീകളുമായി രമിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടി. ഭഗവത് ചിന്ത വെടിഞ്ഞു.